ഒരു അവക്കാടോടെ ജ്യൂസ് അടിച്ചാൽ നമുക്ക് നോക്കാം. എന്തെങ്കിലും അവക്കാടോ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഇതാണ് അവക്കാടോ. ഇതിന് ഭയങ്കര വിലയാണ്. ഈ ഒരെണ്ണത്തിന് 80 രൂപയും 100-120 രൂപയൊക്കെ ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വില. പക്ഷേ ഇതിപ്പോൾ ഇച്ചിരി ഓഫറുള്ളതുകൊണ്ട് കിട്ടിയത്. ഇതാണ് അവക്കാടോ. ഇത് അമേരിക്കയിലൊക്കെ ഉണ്ടാകുന്നതാണ്. എനിക്കറിയത്തില്ല ശരിക്ക്, കാനഡയിലോ ഒക്കെ ഉണ്ടാകുന്നതെന്ന്. ഇവിടെ വന്നപ്പോൾ മേടിച്ചപ്പോൾ നമുക്ക് ഇതൊന്ന് ജ്യൂസ് അടിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയ സാധനം നമ്മൾ പാലെടുത്തിട്ടുണ്ട്, പാലുണ്ട്, പിന്നെ പഞ്ചസാരയുണ്ട്. അപ്പം നമുക്കിതൊന്ന് പൊളിക്കാം. നമുക്ക് പൊളിച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇടാം. അപ്പം എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇത് കണ്ടിക്കണം. ഇത് പിന്നെ നല്ല ഇതുപോലെ ആയിരിക്കുന്നത്, എന്തോ ബട്ടറില്ലേ അതിൻ്റെ കൂട്ടായിരിക്കുന്നത്. ഞാനത് നടുവേ കീറിയിട്ട് നിങ്ങളെ കുരു കാണിക്കാം. അതും ഇത് ഞാൻ നേരത്തെ ഒരെണ്ണം മേടിച്ചിട്ട് ഇതിൻ്റെ കുരു ഞാൻ ഇവിടെ ഇട്ട് കിളിക്കുവന്നില്ല. പക്ഷേ കിളിക്കുവൊന്നും ഇതേണ്ട. ഇതിൻ്റെ അകം കണ്ട് ഇതിൻ്റെ കുരു കണ്ട് ഇത്ര വലുതാണ്. കുരു നിങ്ങളെ ഞാൻ കാണിക്കും. ഇത്ര വലുതായി ഇതിൻ്റെ കുരു കണ്ട. ഇതായി ഇതിൻ്റെ കുരു. പിന്നെ ഇതിൻ്റെ അകത്ത് ബട്ടർ പോലെ ആയിരിക്കുന്നത്. ഇത് നമുക്കൊരു സ്പൂൺ വെച്ചൊന്ന് ചിരണ്ടി ഇതിനകത്ത് തൊലി അങ്ങനെ പൊളിച്ചെടുക്കാം. പക്ഷെ ഞാൻ അങ്ങനെ എടുക്കുന്നില്ല. നമ്മൾ തൊലി നല്ല ഇതുപോലെ ഇങ്ങനെ സ്പൂണ് കൊണ്ട് എടുക്കാം. ഇത് ബട്ടർ നമ്മൾ കഴിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ. ഇത് വേണേൽ ബ്രെഡിലൊക്കെ തേച്ചൊക്കെ വല്ലൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ ഇതിൻ്റെ പുറകിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇതിനകത്ത് അടിപൊളി സാധനം. നമ്മളൊന്ന് കഴിച്ച് നോക്കണം. അപ്പം ഞാനതിൻ്റെ ഒരു കഷ്ണവും കൂടെ പിച്ചാത്തി വെച്ചും എടുക്കാം. പക്ഷെ പിച്ചാത്തിയിട്ടാകുമ്പോൾ അതിൻ്റെ എല്ലാം ചിരണ്ടി പോലും ചെല്ലിയാണ് അതിനകത്ത് ദിവസം. പക്ഷെ സ്പൂണ് വെച്ചെടുത്തപ്പോൾ അതിന് ഭയങ്കര കട്ടി. ഞാൻ സ്പൂണങ്ങ് മാറ്റി പിച്ചാത്തി. എൻ്റെ പുറം തൊലിക്ക് നല്ല കരിന്തൊലി. ഇതെൻ്റെ ഇതാ സാധനം ഉണ്ടാവും വെക്കാട്. അത് നമുക്ക് ഇതിൻ്റെ പകുതിയും കൂടെ എടുക്കാം. അമേരിക്കയിലൊക്കെയുള്ള ഫ്രൂട്ട്സ് ആയതുകൊണ്ടായിരിക്കും ഇത്രയും വില. ആരും മേടിക്കത്തൊന്നുമില്ല. 100 രൂപയൊക്കെ കൊടുത്ത് ആരെങ്കിലും മേടിക്കും. ഇതിൻ്റെ ജ്യൂസിന് അതിലും വില ഇതാണ് അവക്കാടോ. നമുക്ക് ഇതൊന്ന് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് പാലൊഴിക്കും. പാലൊഴിച്ച് നമുക്ക് കുറേ പഞ്ചസാരയും കൂടെ ഇടാം. ഞാനൊരു 2.5 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതുപോലെ 1.5 ഗ്ലാസ് പാലിൻ്റെ അടുത്ത് പത്ര ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് മിക്സിയിലോട്ടൊന്ന് വെച്ചൊന്ന് അടിക്കാം. നമുക്കതൊന്ന് എടുത്ത് നമുക്ക് ഈ ഗ്ലാസ്സിലോട്ടൊന്ന് ഒഴിക്കാം. അപ്പം